ഒരിക്കൽ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോഴാണ് ഒരു വല്യമ്മച്ചി പ്രായമായ ഒരു രോഗക്കിടക്കയിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് നേരം ആ വല്യമ്മച്ചിയോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ജീവിതത്തിലെ പഴയ അനുഭവങ്ങളൊക്കെ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ വല്യമ്മച്ചി എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്ക് ഇതാണ്: അച്ഛ, ഒരുപാട് സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് നേരത്തെ മരിച്ചുപോയി, മക്കളൊക്കെ ചെറിയ കുട്ടികളായിരുന്നു. അവരെയൊക്കെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ഞാൻ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. എളുപ്പമല്ല ഈ മക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് വരാനുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. പക്ഷേ അവിടെയൊക്കെ എനിക്ക് വലിയൊരു ശക്തി ഉണ്ടായിരുന്നു. എന്നിട്ട് വല്യമ്മച്ചി ചൂണ്ടിക്കാണിച്ചത് ഈശോയുടെ രൂപമാണ്. അവിടെ വീട്ടിലെ വലിയ മുറിയിൽ തന്നെ, പ്രധാന മുറിയിൽ തന്നെ ഒരു ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ രൂപമുണ്ട്. അതിൻ്റെ മുൻപിലായിട്ടൊരു തിരി കത്തുന്നുണ്ട്. ആ തിരിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വല്യമ്മച്ചി പറയാണ്, അച്ഛൻ ആ തിരി കണ്ടോ? ആ തിരി കത്തുന്നുണ്ട്. പക്ഷെ ആ തിരി കത്തുന്നതിനിടയിൽ മെഴുക് ഉരുകുന്നുണ്ട്. ഇതാണ് ജീവിതം. ഞാൻ ഇവരെയൊക്കെ സ്നേഹത്തോടെ, അവർക്ക് വേണ്ടി ത്യാഗത്തോടെ ജീവിക്കാനായിട്ട് അവർക്ക് വേണ്ടി ഞാൻ എല്ലാം പങ്കുവെച്ചുകൊണ്ട് ജീവിച്ചു. അങ്ങനെ ആ കത്തുന്ന ആ തിരിയാണ് സ്നേഹത്തിൻ്റെ തിരി. അതെൻ്റെ ജീവിതമാണ്. പക്ഷെ അതിൻ്റെ താഴെ ഉരുകുന്ന മെഴുകുണ്ട്. അത് സഹനത്തിൻ്റെ മെഴുകാണ്. ആ ഉരുകുന്ന മെഴുക ഉള്ളത് കൊണ്ടാണല്ലോ തിരി കത്തുന്നത്. മെഴുകുരുകിയില്ലെങ്കിൽ തിരി കത്തില്ല. ഈ സഹനമില്ലാതിരിക്കുകയാണെങ്കിൽ എനിക്ക് ഇവരെ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഇതായിരുന്നു വല്യമ്മച്ചിയുടെ വാക്കുകൾ. നോമ്പുകാലത്തെ ഒരു ചിന്ത കൂടെ സഹിക്കാനായിട്ട് ക്രൂശിതനുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ്. ക്രൂശിതനുള്ളത് കൊണ്ടാണ് ഈ സഹനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുക. കൂടെയുള്ള ദൈവം. ശിഷ്യന്മാരെ എല്ലാം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് യോഹന്നാൻ ക്രിസ്തുവിൻ്റെ കൂടെ ഇരുന്ന് അത്താഴ സമയത്ത് അവൻ്റെ നെഞ്ചിൽ ചാരിക്കിടന്നു, കുരിശിൻ്റെ ചുവട്ടിൽ അവൻ്റെ കൂടെയായിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ യോഹന്നാന് ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. ഉത്ഥാനത്തിന് ശേഷം തിബേരിയാസ് കടൽ തീരത്ത് ശിഷ്യന്മാരെല്ലാം കടലിൽ മീൻ പിടിക്കുന്ന സമയത്ത് ക്രിസ്തു കടൽ തീരത്തുണ്ട്. അവനെ ആദ്യം തിരിച്ചറിഞ്ഞത് യോഹന്നാനാണ്. പത്രോസിൻ്റെ ചെവിയിൽ പറയുകയാണ്, അത് കർത്താവാണ്. അങ്ങനെ ക്രിസ്തുവിനെ അറിയാനായിട്ട് കഴിയണമെങ്കിൽ, കൂടെ കർത്താവുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയണമെങ്കിൽ, യോഹന്നാനെ പോലെ ഈ കർത്താവിൻ്റെ കുരിശിൻ്റെ സങ്കടങ്ങളുടെയൊക്കെ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ കൂടെ ഉണ്ടാകണം എന്നത് തന്നെയാണ്. അപ്പോൾ സഹനങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, കുരിശ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവിടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടായിരിക്കും. കൂടെ നടക്കുന്നവനാണ് ദൈവം, കൂടെ ഇരിക്കുന്നവനാണ് ദൈവം, കൂടെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നവനാണ് ദൈവം. അപ്പോൾ ദൈവത്തെ അങ്ങനെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് തന്നെയാണല്ലോ നോമ്പിൻ്റെ ഏറ്റവും വലിയ അടയാളമായ ക്രൂശിതനായ ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമായിട്ട് മാറുന്നത്. എവിടെയൊക്കെ എനിക്ക് ഉള്ളിൽ വേദന ഉണ്ടാകുന്നുവോ അവിടെയൊക്കെ കുരിശിലേക്ക് നോക്കി എനിക്ക് സമാധാനം കണ്ടെത്താനായിട്ട് സാധിക്കും. ദൈവം എന്നെപ്പോലെ എൻ്റെ വേദനകളിൽ പങ്കുപറ്റുന്നവനാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളത് ഈ നോമ്പുകാലത്ത് എനിക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനുമുള്ള ഒരു അവസരമായിട്ട് മാറട്ടെ.